മൂന്നാം ബലാത്സംഗ കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ. ഇമെയിൽ വഴി ലഭിച്ച പുതിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ അതിവേഗ നടപടി. പത്തനംതിട്ടയിലെ AR ക്യാമ്പിലെത്തിച്ച രാഹുലിനെ G പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തു വരികയാണിപ്പോൾ. ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കാനാണ് നീക്കം. പാലക്കാട്ടെ KPM ഹോട്ടലിൽ നിന്നും രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുന്ന CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിൽ ലഭിച്ചു. അതാദ്യം കാണാം. ഈ കേസിൽ അതിശക്തമായുള്ള തെളിവുകൾ യുവതി കൈമാറിയെന്നാണ് സൂചന. ക്രൂരമായ പീഡനത്തിനൊപ്പം ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചെന്നും സാമ്പത്തികമായി ചൂഷണം ചെയ്തെന്നും യുവതി മൊഴി നൽകി. അതേസമയം ആദ്യം രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലും രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. വിശദാംശങ്ങളുമായി BS അനുവും അമൽ സുരേന്ദ്രനും ശാന്തകുമാർ വെള്ളാലത്തും ചേരുന്നുണ്ട്. ആദ്യം BS അനുവിലേക്ക് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾക്കായി പോകാം. അനു, ഇതിപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയക്കാരിലെ ഏറ്റവും മോശക്കാരൻ എന്ന നിലക്ക് മാത്രമല്ല, കേരളം കണ്ട ഏറ്റവും വലിയ കുറ്റക്കാരിൽ ഒരു കുപ്രസിദ്ധ കുറ്റവാളിയായിട്ട് തന്നെയും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് മാറിയിരിക്കുന്നു എന്ന് നമ്മുടെ മുന്നിൽ വെളിവാകുന്ന കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയാവുന്നവർക്ക് നേരത്തെ അറിയാമായിരുന്നു, പക്ഷേ ഇതിപ്പോൾ മൂന്നാമതൊരു പരാതി കൂടി വന്നിരിക്കുന്നു. ഇതിനകത്ത് ഏറ്റവും സവിശേഷമായിട്ടുള്ള കാര്യം, പോലീസ് അങ്ങേയറ്റം ശ്രദ്ധയോടെ ഒട്ടും വിവരങ്ങൾ പുറത്തു പോകാതെ അതിരഹസ്യമാർന്ന നീക്കത്തിലൂടെ കൃത്യമായിട്ട് പഴുതടച്ച് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇപ്പോഴെവിടെയാണുള്ളത്? എങ്ങനെ അന്വേഷണം പുരോഗമിക്കുന്നു? ഇയാൾ അന്വേഷണത്തോട്, ചോദ്യം ചെയ്യലിനോട് പ്രതികരിക്കുന്നുണ്ടോ പോസിറ്റീവായിട്ട്? സനീഷ്, കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നോക്കും, നമുക്ക് മുന്നിലേക്ക് ആദ്യം വന്ന പരാതി, രണ്ടാമത് വന്ന പരാതിയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന മൂന്നാമത്തെ പരാതിയും, ഈ 3 പരാതികളിലെയും മോഡസ് ഓപ്പറandi ഒരേ തരത്തിലാണ്. അതായത് ഇവർക്ക് ആശ്രയമായി ഇയാൾ അങ്ങോട്ട് പോകുന്നു, അതിനുശേഷം അവരിൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു, എന്ന് അതേ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ ഇയാൾ നിർബന്ധിക്കുന്നു, അതിനുവേണ്ടി ഇവരെ ഉപദ്രവിക്കുന്നു. നോക്കൂ, ഈ മൂന്നാമത്തെ പരാതിയിൽ പറയുന്നത് അവരുടെ മുഖത്തും തുപ്പുന്ന, അവരെ ശരീരമാസകലം മുറിവേൽപ്പിക്കുന്ന ഒരാളെന്നുള്ള. സനീഷ്, എങ്ങനെയാണ് ഒരു നമ്മൾ ഈ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഏറ്റവും ഒടുവിലത്തെ കാര്യങ്ങൾ ആദ്യം തുടങ്ങുന്നതായിരിക്കും നല്ലത്. പോലീസ് എന്താണ് ഇപ്പോൾ ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്? എവിടെയാണ് അയാൾ ഉള്ളത്? പോലീസ് എന്താണ് ചോദ്യം ചെയ്യുന്നത്? നമുക്ക് ഈ അറസ്റ്റിന്റെയും പരാതിയുടെയും വിവരങ്ങളിലേക്ക് അടുത്തായിട്ട് വരാം. സനീഷ്, ഇപ്പോൾ ഏതായാലും അടൂർ ക്യാമ്പിലാണ്, ഈ പറയുന്ന പത്തനംതിട്ട ക്യാമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത്. ഇന്നലെ രാത്രി 12, അതായത് അർദ്ധരാത്രി 12 മണിയോടുകൂടി ഇദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. വളരെ രഹസ്യാത്മകമായി നടത്തിയ ഒരു ഓപ്പറേഷൻ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. കാരണം 5 ദിവസം മുമ്പാണ് ഈ പ്രത്യേക സംഘത്തിന് ഇങ്ങനെ ഇമെയിൽ മുഖാന്തരം ഇങ്ങനൊരു പരാതി ലഭിക്കുന്നത്. ഈ പരാതി ലഭിച്ച ഉടനെ തന്നെ അന്വേഷണ സംഘം ഈ പറയുന്ന ആരോപണങ്ങളിൽ വസ്തുതയുണ്ടോ എന്നൊരു പ്രാഥമിക അന്വേഷണം നടത്തി. അതായത് ഈ പറയുന്ന യുവതി പറയുന്ന കാലങ്ങൾ, പറയുന്ന സമയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, ഈ പരാതിയിൽ തന്നെ ഈ പറയുന്ന ഭ്രൂണ സാമ്പിൾ അടക്കം തൻ്റെ കയ്യിലുണ്ട് എന്നടക്കമുള്ള വളരെ ഗുരുതരമായ ഒരു പരാതിയാണ് നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായും ഈ പാലക്കാടേക്ക് ഈ യുവതിയെ എത്തിച്ചിട്ടുണ്ട്. പാലക്കാട് ഫ്ലാറ്റ് വാങ്ങി തരണം എന്ന് രാഹുൽ നിർബന്ധിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ അടക്കമുള്ള ഈ തെളിവുകൾ കൂടി ഈ അന്വേഷണ സംഘത്തിന് മുമ്പിലേക്ക് യുവതി നൽകിയതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഇതിൻ്റെ പ്രാഥമികമായ തെളിവ് അന്വേഷണ സംഘം ശേഖരിക്കുന്നു. അതിനുശേഷം കഴിഞ്ഞ 3 ദിവസങ്ങളായി പോലീസിൻ്റെ റഡാറിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത്. രാഹുൽ എവിടെ പോയിരുന്നാലും പോലീസിൻ്റെ ഒരു സംഘം രാഹുലിന് പുറകിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്, കാരണം ആദ്യ കേസ് നമുക്കറിയാം, രാഹുൽ രക്ഷപ്പെട്ട് കർണാടകയിലടക്കം ബാംഗ്ലൂരിലടക്കം ഒളിവിൽ പോയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു രക്ഷപ്പെടൽ ഈ കേസിൽ ഉണ്ടാകരുത് എന്ന് കണ്ടുകൊണ്ട് DIG G പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘം വളരെ കൃത്യമായി രാഹുലിനെ റഡാറിൽ നിർത്തിയിരുന്നു. അതോടുകൂടിയാണ് ഈ പ്രാഥമിക അന്വേഷണത്തിൽ ഈ പറയുന്ന പെൺകുട്ടി പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ടെന്നും ഇത് വളരെ ഒഫൻസീവായിട്ടുള്ള കുറ്റം ഇതിനകത്ത് നിലനിൽക്കും എന്ന് കണ്ടതോടുകൂടിയാണ് രാത്രി രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുമെന്നാണ് ആദ്യം പ്രതീക്ഷിച്ചത്. എങ്കിലും പത്തനംതിട്ടയിലേക്ക് കേസ് മാറ്റുകയായിരുന്നു. കാരണം പത്തനംതിട്ടയിലാണ് ഈ പറയുന്ന ഒഫൻസ് നടന്നത്. ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ് പത്തനംതിട്ട ആയത് കാരണം അവിടേക്ക് കേസ് നടത്താനാണ് പ്രത്യേക സംഘത്തിന് നിലവിലെ നീക്കം. അതുകൊണ്ടാണ് പത്തനംതിട്ട ക്യാമ്പിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം മെഡിക്കൽ അടക്കം പരിശോധന നടത്തി രാഹുലിനെ കോടതിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. സനീഷ്.